അപ്പം നമ്മളൊരു ആമ്പൽക്കുളം ഉണ്ടാക്കാനായിട്ട് പോകണതോ. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ സൈഡ് നമ്മൾ പുഴങ്കല്ലൊക്കെ വെച്ചിട്ടാണ് പടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ചിലവും വളരെ കുറവാണ്. നമുക്ക് കുറച്ച് സിമെൻറ്റിൻ്റെ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയിരുന്നു ഒരു കല്ലുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഐഡിയക്ക് അനുസരിച്ചാട്ടോ ഈ ഒരു കുളം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ആമ്പൽക്കുളം നമ്മൾ ഈ ഒരു തറയുടെ കോണായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് വൃത്തിയാക്കി ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. നമ്മളെ ആ കല്ലുകളൊന്ന് പടുത്ത് കൊണ്ടുവരാൻ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അധികം ആഴത്തിലുള്ള കട്ടിങ് ഒന്നും വേണ്ട. നമ്മൾ തറ കയറുന്ന പോലത്തെ കട്ടിങ് ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ മണ്ണ് മാറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് കമ്പുകളോടൊന്ന് അടിച്ചു കൊടുക്കണം. കുറച്ച് കവുങ്ങിൻ്റെ കമ്പുകൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലൊരു പൈപ്പ് ഇതിൻ്റെ താഴത്തൊന്ന് വെച്ച് കൊടുക്കുക. നമ്മളെ കുളത്തിലെ വെള്ളമൊക്കെ മാറ്റാനായിട്ടുള്ളൊരു പൈപ്പാട്ടത്. ഇനി നമുക്കിതുപോലെ 2-3 ഷീറ്റ് എടുക്കണം. അത് നമ്മൾ അടിച്ചു വെച്ച ഒരു കമ്പുമ്മ ഇതുപോലെ ഒന്ന് ചാരി വെച്ച് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ചാരി വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് ജസ്റ്റ് ഉറപ്പിക്കണ രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ കല്ലുകൊണ്ട് പടുത്ത് വരുമ്പോൾ നമ്മൾ ആ കല്ല് ഉള്ളിലേക്ക് മറിയാതിരിക്കാനായിട്ട് അങ്ങനെ ഒരു ഷീറ്റ് ഇട്ടൊന്ന് മറിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ ഒരു പടു വരുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സിമെൻറ്റ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് കുറച്ച് സിമെൻ്റ് ആക്കി കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു കല്ല് ഉപയോഗിച്ചിട്ടാണ് അത് പടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വലിയൊരു പരന്ന കല്ലെടുത്തിട്ട് നമ്മളിതിൻ്റെ ആ സിമെൻ്റ് ഇട്ട അടിഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം വരിവരായിട്ട് നമ്മൾ ആ ഒരു തലയ്ക്ക് വരെ ഇതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അടിഭാഗം നമ്മൾ കല്ല് വെക്കുമ്പോൾ അത്യാവശ്യം വീതി കൂടിയ പരന്ന കല്ല് വെക്കണത് നന്നായിരിക്കും കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം ചെറുതായാലും കുഴപ്പമില്ല. അപ്പോൾ അടിഭാഗം അത്യാവശ്യം വലിയ കല്ല് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ വരി നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും കല്ലുകൾ വെച്ചൊന്ന് ഉയർത്തി കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾ ചട്ടമൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കൈ കൊണ്ട് തന്നെ കേട്ടോ നമ്മൾ സിമെൻറ്റ് തേക്കാനായിട്ട് പോണത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. ജസ്റ്റ് ഒരു ഗ്ലൗസ് ഇട്ടാണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പണി തീർക്കാം. അപ്പോൾ നമ്മൾ 12 വരി കല്ല് വെച്ചിട്ട് ഇപ്പോൾ മുകളിൽ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 മീറ്ററോളം ഹൈറ്റ് ഇപ്പോൾ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒലിച്ചിറങ്ങിയുള്ള സിമെൻറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ആ കല്ലിൻ്റെ പുറത്തുള്ള സിമെൻറ്റുകളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കല്ലിലെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ പടവ് കാണാൻ അത്യാവശ്യം ലുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് അപ്പോൾ ഈ ഒരു പടവ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തൊഴിവാക്കി കളയാം. അപ്പോൾ നമ്മുടെ പടവ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അടിഭാഗം കോൺക്രീറ്റ് ഇടാനായിട്ട് കുറച്ച് കല്ലുകളൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിഭാഗം കല്ലൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കുറച്ച് സിമെൻ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പടുവിൻ്റെ ഉൾഭാഗം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ
പടുവിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കണം. അതിനൊക്കെ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാം. കോൺക്രീറ്റ് ഇടുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവണം, നന്നായിരിക്കും കേട്ടോ. എന്നാൽ നമുക്ക് അടിയൊക്കെ ലീക്കൊന്നും ഇല്ലാതിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പൈപ്പ് വെച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് സ്ലോപ്പാക്കി കൊണ്ടുവരാം. വെള്ളം അവസാനം വരുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇപ്പോൾ എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് മുറിച്ച് കളയാം. അതിനുശേഷം കുറച്ച് ഗ്രൗട്ട് സിമെൻ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു പടുവിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇട്ട് തേക്കണത്. അവിടെ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് തേക്കുന്നതായിരിക്കും എളുപ്പം. പടുവിൻ്റെ സൈഡ് ഗ്രൗട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു തറയുടെ ഭാഗത്തും ഇതുപോലെ തന്നെ ഗ്രൗട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അത് നമ്മൾ ചട്ടം വെച്ചിട്ടാട്ടോ നമ്മൾ തേക്കാനായിട്ട് പോണത്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഇതൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈഡിൽ 2 ഭാഗത്തും ഇപ്പോൾ ഗ്രൗട്ടൊക്കെ തേച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലും ആ കോൺക്രീറ്റ് ഇട്ട ഭാഗത്തും കുറച്ച് ഗ്രൗട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിൽ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഗ്രൗട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ആ ഒരു കട്ടിങ്ങുമ്മ ഓരോ കല്ലുകളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ തലയ്ക്ക് വരെ ഓരോ കല്ലുകളൊന്ന് വെച്ച് കൊടുക്കുക. കല്ലിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഗ്രൗട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ ഒരു കട്ടിങ്ങും എല്ലാ ഭാഗത്തും ഇപ്പോൾ കല്ലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഏകദേശ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ ഉള്ളിലിട്ട ഗ്രൗട്ടും കാര്യങ്ങളൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഉള്ളിൽ ഒരു ബ്ലൂ കളർ പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ അടിക്കുന്ന ഒരു പെയിൻറ്റ് തന്നെയാണ്. അതിന് ശേഷം നമുക്ക് കുറച്ച് ആമ്പലും അതുപോലെ തന്നെ കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ വെള്ളം നിറച്ച് ഇതിൽ കുറച്ച് മീനിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനിനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെ കുളത്തിൻ്റെ എല്ലാ വർക്കും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കൊള്ളുന്നൊരു കുളം തന്നെയാണിത്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഓവർഫ്ലോൻ്റെ പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെക്കണ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ വെള്ളം നിറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈപ്പിലൂടെ നമ്മൾ പുറത്തേക്ക് പോകും. കുളം നിറഞ്ഞൊഴുകൂല. സാധാരണ ഇതുപോലത്തെ കുളങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെട്ടുകല്ലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ കുളങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല ചിലവ് വരുന്നൊരു സംഗതി തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പുഴങ്കല്ലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കുളം തന്നെ ഇട്ടത്. അപ്പോൾ കുറച്ച് ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആമ്പൽക്കുളത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടൊന്ന് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.